അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ മെനക്കെടാതെ അന്വേഷണ ഉദ്യോഗസ്ഥരും അന്നത്തെ ഇടത് സർക്കാരുമൊക്കെ ഒളിച്ചു കളിക്കുകയാണെന്ന് നേരത്തെ ഭാരത് ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും ഒളിവിൽ പോയ പ്രധാന പ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. തൊട്ടു പിന്നാലെ UDF സർക്കാർ വന്നു. നിതിൻ രാജിൻ്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് നിവേദനം നൽകി. ഇതിന് പിന്നാലെ ഡോക്ടർ MK റാമിനെ കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ഒടുവിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ വിട്ടയക്കേണ്ടി വന്ന സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് പോലീസിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുകയാണ് കേസ് പരിഗണിച്ച ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPക്കെതിരെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു കാര്യവും പോലീസ് ചെയ്തില്ല. പ്രതിയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും കോടതി വിമർശിച്ചു. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത്. അറസ്റ്റിനുള്ള കാരണം അറിയിക്കണമെന്ന് ഉദ്യോഗസ്ഥന് അറിയില്ലേ എന്നും കോടതി ചോദിച്ചു. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്നും കോടതി വളരെ നിർണായകമായ വിമർശനമാണ് നടത്തിയത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ലല്ലോ എന്നായിരുന്നു ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെ പരാമർശം. പ്രതിയെ രക്ഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുടെ അഭിഭാഷകനും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ അന്വേഷണം നടത്തണം. ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിലും പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയിലും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് കോടതിയുടെ ഈ പരാമർശങ്ങൾ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വെച്ച് നിതിൻ രാജ് മരണമടഞ്ഞതിൽ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. നിതിൻ്റെ മരണം ആത്മഹത്യയല്ലെന്നും മാനസിക പീഡനത്തെ തുടർന്നുള്ള കൊലപാതകത്തിന് തുല്യമാണെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. നിതിൻ രാജിൻ്റെ മരണത്തിൽ മുഖ്യമന്ത്രി ഡോക്ടർ MK റാമിനെ കോടതി വിട്ടയച്ചത് അന്വേഷണ സംഘത്തിൻ്റെ ഗുരുതര വീഴ്ച മൂലം എന്ന് വ്യക്തമായതോടെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നത്. അറസ്റ്റിൻ്റെ കാരണം പ്രതിയെ രേഖാമൂലം അറിയിക്കുന്നതിലാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് വീഴ്ചയുണ്ടായത്. ഇതോടെ സംഭവത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ആഭ്യന്തരമന്ത്രി DGPയുടെ റിപ്പോർട്ട് തേടി കേസിൻ്റെ തുടരന്വേഷണത്തിനായി പുതിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 3 മാസത്തിലേറെയായി ഒളിവിൽ കഴിഞ്ഞ ഡോക്ടർ MK റാമിൻ്റെ അറസ്റ്റിലെ നടപടിക്രമങ്ങളിലാണ് അന്വേഷണ സംഘത്തിന് ഗുരുതര വീഴ്ചയുണ്ടായത്. അറസ്റ്റിൻ്റെ കാരണങ്ങൾ പ്രതിയെ രേഖാമൂലം അറിയിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്ന പ്രതിഭാഗത്തിൻ്റെ വാദം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അംഗീകരിച്ചതിനെ തുടർന്നാണ് റാമിന് പുറത്തിറങ്ങാൻ അവസരമൊരുങ്ങിയത്. ഇത് അന്വേഷണ സംഘത്തിൻ്റെ ഗുരുതര വീഴ്ചയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. കോടതി വിട്ടയച്ച റാമിനെ കോടതി വളപ്പിൽ വെച്ച് വീണ്ടും കൂട്ടിക്കൊണ്ടുപോയതും പിന്നീട് വിട്ടയച്ചതുമെല്ലാം വിവാദമായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടറെ അറസ്റ്റ് വിവരം അറിയിക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട്. ക്രൈംബ്രാഞ്ചിൻ്റെ വീഴ്ചയിൽ കടുത്ത അതൃപ്തിയായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒടുവിൽ DGPയോട് റിപ്പോർട്ട് തേടുകയായിരുന്നു. SP മോഹനചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഇപ്പോൾ കേസിൻ്റെ അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് IG അജിത ബിഗത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ദന്തൽ അനാട്ടമി വിഭാഗം മേധാവിയും മറ്റു ചില അധ്യാപകരും നിതിനെ ക്രൂരമായി ഉപദ്രവിച്ചെന്നാണ് കുടുംബം പറയുന്നത്. നിതിൻ്റെ ജാതിയെയും കുടുംബത്തിൻ്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ചൊല്ലി അധ്യാപകർ പരിഹസിച്ചിരുന്നു. മുമ്പ് വകുപ്പ് മേധാവിക്കെതിരെ നിതിൻ പരാതിപ്പെട്ടിരുന്നു. ഇതിൻ്റെ വൈരാഗ്യവും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശിയായ നിതിൻ രാജ് ഇത്തവണ മെറിറ്റ് സീറ്റിലാണ് അഞ്ചരക്കണ്ടിയിൽ BDSന് പ്രവേശനം നേടിയത്. പെയിൻറ്റിംഗ് തൊഴിലാളിയായ രാജൻ്റെയും ലതയുടെയും മകനാണ് നിതിൻ രാജ്. നാട്ടിലേക്ക് വരാനിരിക്കെയാണ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണ നിലയിൽ നിതിനെ കണ്ടെത്തുന്നത്.